പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു കുരിശിൽ അനുഭവിച്ച പീഡകൾ സ്വർഗത്തിലെ ഒരു മാലാഖയ്ക്ക് പോലും വേണ്ടത്ര വിവരിക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ കഷ്ടപ്പാടുകൾ അളവറ്റതായിരുന്നു. കുരിശിൽ നമ്മുടെ കർത്താവിന് 2 തരത്തിലുള്ള പീഡകൾ അനുഭവപ്പെട്ടു: ശാരീരികമായ പീഡനങ്ങളും ആത്മാവിൻ്റെ വേദനകളും. ഇന്നേ ദിവസം ഈ പീഡകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മനുഷ്യന് സങ്കല്പിക്കാവുന്നതിനേക്കാൾ ഭീകരമായ പീഡനങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിന്മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. യാതനകളുടെ കടലിൽ മുങ്ങുന്നത് പോലെയായിരുന്നു അത്. അവിടുത്തെ തിരുശരീരം മുഴുവൻ ചമ്മട്ടി കൊണ്ടടിക്കപ്പെട്ട് മാംസം മുഴുവൻ പറിച്ചു കളയപ്പെട്ട അവസ്ഥയിലാണ് അവിടുത്തെ കുരിശിൽ തറച്ചത്. കൂർത്ത മുള്ളുകളാൽ തീർത്ത കിരീടം അടിച്ചു കയറ്റി യേശുവിൻ്റെ ഏറ്റവും ആരാധ്യമായ തലയിൽ മുറിവുകൾ നിറച്ചു. കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് വിശുദ്ധമായ ആ കൈകാലുകൾ അക്രമാസക്തമായ രീതിയിൽ വലിച്ചു നീട്ടിയിരുന്നു. ഒരിക്കൽ വിശുദ്ധ മെറ്റിൽഡ നമ്മുടെ കർത്താവിനോട് കുരിശിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ക്രൂശിൽ ഞാൻ അനുഭവിച്ച പീഡകൾ ഏറെ ഭയാനകമായിരുന്നു. എന്നാൽ കുരിശിൽ തറയ്ക്കാൻ എൻ്റെ കൈകാലുകൾ വലിച്ചപ്പോൾ, പീഡനങ്ങളാൽ ഒടിഞ്ഞു നുറുങ്ങിയ എൻ്റെ ശരീരം വികസിക്കപ്പെട്ടപ്പോൾ, ശരീരത്തിലെ ഓരോ അസ്ഥിയും അനുഭവിച്ച വേദനകൾ എണ്ണിപ്പറയാൻ കഴിയുന്നത് പോലെ പറഞ്ഞറിയിക്കാനാവാത്തവയായിരുന്നു. ഞാൻ സഹിച്ച ഈ കഷ്ടതകൾക്ക് എന്നോടാരെങ്കിലും നന്ദി പറയുമ്പോൾ, അവൻ എൻ്റെ എല്ലാ മുറിവുകളിലും ലേപനം പൂശുന്നത് പോലെ എനിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പീഡാനുഭവങ്ങൾക്കിടയിൽ ഞാൻ സഹിച്ച ദാഹത്തിന് ആരെങ്കിലും എന്നോട് നന്ദി പറഞ്ഞാൽ, അവൻ എൻ്റെ ദാഹം ശമിപ്പിച്ചതുപോലെ ഞാൻ അവനിൽ നിന്ന് അത് സ്വീകരിക്കും. നമ്മുടെ ദിവ്യരക്ഷകൻ കുരിശിൽ തൂങ്ങിക്കിടന്ന ആ നീണ്ട 3 മണിക്കൂറുകളിൽ ഓരോ നിമിഷവും മരണത്തിന് പര്യാപ്തമായ വേദന അനുഭവിച്ചു. കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ കൂടിച്ചേരുന്ന മർമ്മസ്ഥാനങ്ങളിൽ തന്നെ കുരിശിൽ തറയ്ക്കാൻ കൂർത്തുനീണ്ട ഇരുമ്പാണികൾ അവർ അടിച്ചു കയറ്റി. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ മനുഷ്യൻ്റെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്നതായിരുന്നു. ദൈവമായ യേശു ദൈവിക സഹായത്താൽ തൻ്റെ ഏറ്റവും പരിശുദ്ധമായ ശരീരത്തിലും ഏറ്റവും അനുഗ്രഹീതമായ ആത്മാവിലും എല്ലാ തിന്മകളും എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചു. നിഷ്കളങ്കനും നിരപരാധിയുമായ യേശു എൻ്റെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ തൂങ്ങിക്കിടന്നു. എന്നെ പിതാവുമായി അനുരഞ്ജിപ്പിക്കാനും എനിക്കായി സ്വർഗം തുറക്കാനുമാണ് അവിടുന്ന് പീഡകൾ സഹിച്ചത്. എൻ്റെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ അവിടുത്തോട് നന്ദി പറയണമെന്നും. യേശുവിൻ്റെ ആത്മാവിന് പീഡാസഹന വേളയിലുണ്ടായ ഏറ്റവും വലിയ വേദന സ്വർഗീയ പിതാവിനാൽ അവിടുന്ന് ഉപേക്ഷിക്കപ്പെട്ടു എന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ ദയനീയമായ ഒരു നോട്ടം പോലും യേശുവിൻ്റെ അവിടുത്തെ അതിഭീകരമായ പീഡാസഹനത്തിൽ ആശ്വാസമാകുമായിരുന്നു. യേശുവിൻ്റെ ആത്മാവ് ദൈവത്തിൽ കണ്ടത് നീതി നടപ്പാക്കുന്നതിന് ഒഴിച്ചുകൂടാനാവാത്ത ഹൃദയകാഠിന്യമായിരുന്നു. കുരിശിലെ അവഗണനയിൽ തൻ്റെ തിരുമനുഷ്യാവതാരം അനുഭവിച്ച എല്ലാ പീഡനങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. ദുഃഖത്തിൻ്റെ വാൾ ഹൃദയം തുളച്ചുകയറുമെന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിനായി പരിശുദ്ധയും പാപരഹിതയുമായ തൻ്റെ അമ്മയുടെ ആത്മാവ് കുരിശിൻ ചുവട്ടിൽ ദുഃഖസാഗരത്തിൽ വീർപ്പുമുട്ടുന്നത് കാണുമ്പോൾ പുത്രൻ്റെ സ്നേഹനിർഭരമായ ഹൃദയം എത്രമാത്രം യാതന അനുഭവിച്ചിരിക്കും. കുരിശിലെ പീഡാസഹനങ്ങളിലൂടെ താൻ ആരെ രക്ഷിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അവർ തന്നെ ശപിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമെന്ന തോന്നലുകളും, തൻ്റെ പീഡാസഹനം മനുഷ്യരാശിയിൽ ഭൂരിഭാഗവും വ്യർത്ഥമായ ഒരു സംഭവമാണ് എന്ന് കരുതുമെന്ന ചിന്തയും അവിടുത്തെ ഹൃദയവേദനയെ ക്രൂരമായ വിധം ഇരട്ടിപ്പിച്ചു. ഈ ദുഃഖം ഭൗതികമായുള്ളതായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അഗാധതയ്ക്കോ സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള ദൂരത്തിനോ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല.
യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ തിരുശരീരവും ആത്മാവും സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മൾ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ഒരു വിശുദ്ധൻ എഴുതുന്നു. പാപം എത്ര ഭയാനകമായ കാര്യമാണ്. അത് പരിഹരിക്കാൻ മനുഷ്യപുത്രനെ ഇത്രയും സഹിക്കേണ്ടി വന്നു. ദൈവനീതിയെക്കുറിച്ച് യേശുവിൻ്റെ അതിദാരുണമായ പീഡകളും കൈപ്പേറിയ കുരിശുമരണവും വ്യക്തമാക്കുന്നത് പോലെ മറ്റൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ അനന്ത കാരുണ്യവാനും സ്നേഹനിധിയുമായ യേശുനാഥ, അവിടുത്തെ കാരുണ്യം അതിരില്ലാത്തതാണല്ലോ. മനുഷ്യരക്ഷയ്ക്കു വേണ്ടി വേദനകളും ദുഃഖങ്ങളും സഹിക്കുന്ന അങ്ങയുടെ പീഡനമേൽക്കുന്ന ഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവവും മനുഷ്യനുമായ കരുണ നിറഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ദൈവപുത്ര, കന്യകാമറിയത്തിൻ്റെ തിരുസുതനെ, എളിമയിൽ അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയുടെ കുരിശ് ഏറ്റെടുത്തു. അവിടുന്ന് എളിമയോടുകൂടി കുരിശിൽ തൻ്റെ ശരീരം നിവർത്തിവെച്ചപ്പോൾ അങ്ങയുടെ സ്വന്തം ജനം അങ്ങയെ പിടിക്കുകയും അതിനോട് ചേർത്ത് തറയ്ക്കുകയും ചെയ്തു. തുളയ്ക്കപ്പെട്ട അവിടുത്തെ കൈകളിലും കാലുകളിലും നിന്നൊഴുകുന്ന ഏറ്റവും വിലയേറിയ തിരുരക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലോകം മുഴുവനുമുള്ള ജീവിക്കുന്ന വിശുദ്ധരെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അവരുടെ മേൽ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തമൊഴുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങനെ സകല പുണ്യാത്മാക്കളുടെയും മാലാഖമാരുടെയും മധ്യസ്ഥതയാൽ സ്വർഗത്തിൽ അവരുടെ അധ്വാനം അവസാനിപ്പിക്കുവാൻ അവർക്കിടയാകട്ടെ. ആമേൻ.